സൂമിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി പത്തനംതിട്ടയിലെ പ്രിയ SPS അതിന്റെ സംഘാടകരും പ്രിയ സഹോദരന്മാരും ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതോർത്ത് ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുക. വളരെ മനോഹരമായ പാട്ടും പ്രിയ ജെഫിനിലൂടെ കേൾക്കുവാനും ദൈവം അനുവദിച്ചു. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ ജെറിയിൽ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമയെക്കുറിച്ചാണ് നാം കണ്ടത്. 3 മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ ആത്മാവ് കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് ആ ഉപമയിലൂടെ. ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നാം ദൈവവുമായിട്ട് ഒരു വിലപേശലിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ഞാൻ അതിന്റെ വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല, കാരണം വിശദീകരിക്കാൻ പോയാൽ നമുക്ക് മുൻപോട്ട് പോകുന്നതിന് പ്രയാസമായിരിക്കും. അപ്പോൾ ദൈവം എന്താണോ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത്, അതിന് നാം മനസ്സൊരുക്കമുള്ളവരായിരിക്കണം എന്നതായിരുന്നു ഒന്നാമത്തെ മുന്നറിയിപ്പ്. പത്രോസിനും ശിഷ്യന്മാർക്കും ഉണ്ടായ ഒരു കുറവും അത് തന്നെയായിരുന്നു. കർത്താവേ, ഞങ്ങൾ സകലവും വിട്ടേക്ക് അങ്ങേ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ ഞങ്ങൾക്ക് വല്ലതും കിട്ടുമെന്ന ധാരണയിൽ അവർ ഇറങ്ങി തിരിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് കർത്താവിനെ സേവിക്കേണ്ടത്, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, കർത്താവിന് വേണ്ടി വിശ്വാസ ജീവിതം നയിക്കുന്നത്. മറിച്ച് ദൈവം എന്താണോ നമുക്ക് നൽകുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിപ്പാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടാവരുത് നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും നിറപടിയായി നിറവേറ്റി മുൻപോട്ട് പോകണമെങ്കിൽ നിശ്ചയമായിട്ടും മറ്റുള്ളവരെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് സാധിക്കുകയില്ല. ശിഷ്യന്മാരുടെ ഒരു പ്രശ്നം തന്നെയായിരുന്നു അത്. മൂന്നാമതായി നാം ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത്, പത്രോസിനും ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. നമ്മുടെ ഒരു യുവ ധനികൻ കർത്താവിന്റെ അടുക്കലോട്ട് വന്നിട്ട് ചോദിച്ചു, കർത്താവെ, അങ്ങേ ഞാൻ അനുഗമിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞു, കൂട്ടത്തിൽ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, സകലവും വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. അതിന് കഴിയാതെ ആ യുവധനികൻ മടങ്ങിപ്പോയി. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ ആ പത്രോസ് ചോദിക്കുന്നത്, കർത്താവെ, ഞങ്ങളെല്ലാം വിട്ടിട്ട് പോന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിലൂടെ പത്രോസ് പറയാൻ താല്പര്യപ്പെട്ടത്, ഞങ്ങൾ ഒരുപാട് വിട്ടിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ആ യുവധനികനേക്കാളും ഒക്കെ ഞങ്ങൾ ശ്രേഷ്ഠരാണ്, ഞങ്ങൾ കേമരാണ്, ഞങ്ങൾ മുൻപന്മാരാണ്. കർത്താവ് പറഞ്ഞത് എന്താ? മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. നാം പുറകിൽ പോയി യോഗത്തിന് ഇരിക്കണം എന്നതോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിലും ഏർപ്പെടാതിരിക്കണം എന്നൊന്നും അല്ല അതിന്റെ ആശയം. മറിച്ച് ഹൃദയത്തിലെ എന്റെ മനോഭാവമാണ്. ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു? ഞാൻ ഹൃദയം കൊണ്ട് നിഗളിക്കുന്നവനാണോ, അതോ ഹൃദയം കൊണ്ട് ഞാൻ താഴ്മയുള്ളവനാണ്, കർത്താവ് ഞാൻ പിൻപിലാണ് എന്ന ബോധ്യത്തിൽ മുമ്പോട്ട് പോകുന്നവരാണ്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ വരുന്ന ആളുകളിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വേഗത്തിൽ തിരിക്കാം. അതിനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 1 to 10. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വേഗത്തിൽ വായിക്കാം. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്തിന് കണക്കേൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാറേ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരകത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി. ഒന്നാമത്തവനോട്, നീ യജമാനൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഈ വായിച്ചു കേട്ട കർത്താവിന്റെ ഉപമയിലൂടെ ചില ആത്മീക ചിന്തകൾ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഉപമ പറയുന്നതിന്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏതൊരു വേദഭാഗത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായ വ്യാഖ്യാനത്തിലേക്ക് എന്തിന് കർത്താവ് പറഞ്ഞു എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 16-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപമ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു അത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിലേക്ക് നാം കടന്നു വരണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വളരെ പ്രസിദ്ധമായ ഒരു അധ്യായമാണ്. കർത്താവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന 3 ഉപമകൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ. 2, നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമ. 3, നഷ്ടപ്പെട്ട പുത്രന്റെ ഉപമ. ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ, നഷ്ടപ്പെട്ട പുത്രന്റെ ഉപമ. മുടിയനായ പുത്രൻ എന്നാണ് പൊതുവെ അത് നാം പറയുന്നതെങ്കിലും കർത്താവ് മുടിയനായ പുത്രൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ട പുത്രന്റെ ഉപമ. എന്തുകൊണ്ട് കർത്താവ് ഈ 3 ഉപമകൾ പറഞ്ഞു എന്ന് 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവനോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് നഷ്ടപ്പെട്ട ദ്രഹ്മയുടെയും നഷ്ടപ്പെട്ട ആടിന്റെയും നഷ്ടപ്പെട്ട മകന്റെയും ഉപമ പറഞ്ഞത്? അതിന് കാരണം കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും ഒന്നിച്ച് ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ പരീശന്മാരും ശാസ്ത്രന്മാരും കടന്നു വന്നിട്ട് കർത്താവിനെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ പരീശന്മാരും ഇത് കേൾക്കുന്നുണ്ട്. കർത്താവ് ഇതിനെ തുടർന്ന് ശിഷ്യന്മാരോട് പറയുന്നുവെങ്കിലും പരീശന്മാരും ഇത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ നിലയിൽ പരീശന്മാരോടുകൂടെ ചേർച്ചൊരു കാര്യം കർത്താവ് ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ 3 ഉപമകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ വിശദീകരണമൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദ്രഹ്മയുടെയും ആടിന്റെയും മുടിയനായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മകന്റെ ഉപമ, ഇത് 3ലേക്കും കടക്കുന്നില്ല. കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ 4-ാമത്തെ ഉപമ 16-ാം അധ്യായത്തിലുള്ള ഉപമ നാം പൊതുവെ ഒന്നിച്ച് ചിന്തിക്കാറില്ലെങ്കിലും അതിന്റെ ഉദ്ദേശവും കർത്താവ് പശ്ചാത്തലം ഒന്നു തന്നെയാണെന്ന് നമുക്ക് ഇവിടെ കൊണ്ട് മനസ്സിലാക്കാം. പിന്നെ എന്താണ് കർത്താവ് ഈ ഉപമയിലൂടെ പറയുന്നത്? നമുക്കറിയാം, ഈ നാം വായിച്ചു കേട്ട ഉപമയിൽ യജമാനനോട് അവിശ്വസ്തത കാണിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ കപടം കാണിക്കുന്ന, ചതിവ് കാണിക്കുന്ന ഒരു ജോലിക്കാരനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഈ നാളുകളിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഓഫീസിലൊക്കെ എത്രയോ ജോലിക്കാരെയൊക്കെ ചില സമയങ്ങളിൽ പരിശോധനയുടെ ഘട്ടത്തിലൊക്കെ പിടിക്കപ്പെടാറുണ്ട്, വലിയ ചതിവും സാമ്പത്തിക തട്ടിപ്പും ഒക്കെ കാണിക്കുന്നവരെ. അപ്പോൾ അതുപോലൊരു സംഭവം കർത്താവിന്റെ കാലത്തും സംഭവിച്ചിരുന്ന അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവ് അങ്ങനെ ഒരു ഉപമ എടുത്ത് ചില ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഓരോ വാക്യത്തിലേക്കും ഇറങ്ങി നാം ചിന്തിക്കുന്നില്ലെങ്കിലും 1-ാം വാക്യത്തിലേക്ക് വരാം. 1-ാമത്തെ വാക്യത്തിൽ ഈ ഉപമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവൊക്കെ നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ അവനെക്കുറിച്ചൊരു കുറ്റം ആരോപിക്കുകയും ആ കുറ്റം എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായേക്കാം ആ പറയുന്ന കാര്യത്തിൽ ചില കാരണമുണ്ട്. കാരണം അവൻ തന്നെ മുന്നോട്ട് പറയുന്നുണ്ട്, യജമാനൻ എന്നെ പുറത്താക്കാൻ. ഇവനൊരു ന്യായീകരണവും പറയാനില്ല. ഇവന്റെ ഭാഗത്ത് യാതൊരു ന്യായീകരണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നോ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അതെനിക്ക് തെളിവുണ്ടോ, അതൊന്നും അവന് പറയാനില്ല. കാരണം ഒരുപക്ഷെങ്കിൽ ഇവൻ ഈ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവൻ ഈ യജമാനന്റെ സ്വത്തിനോടുള്ള ബന്ധത്തിൽ ഇവൻ അവിശ്വസ്തത പുലർത്തിയിരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് കർത്താവ് ഈ കാര്യവിചാരകനിലൂടെ, ഈ അവിശ്വസ്തത കാണിച്ച കാര്യവിചാരകനിലൂടെ എന്ത് കാര്യമാണ് കർത്താവ് പറയുന്നത്? ഞാനിങ്ങനെ പറയട്ടെ, എന്താ ഈ ഉപമയുടെ പ്രഥമമായിരിക്കുന്ന വിഷയം? അതിതാണ് അവസരങ്ങളെ ബുദ്ധിയോടുകൂടെ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അവസരങ്ങളെ ബുദ്ധിയോടുകൂടെ പ്രയോജനപ്പെടുത്തുക. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ യജമാനൻ പറയുന്ന വാക്കുകൾ ഉണ്ട്. 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട്, ഞാനിങ്ങനെ പറയട്ടെ, അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അവന് ലഭിച്ച അവസരം അവൻ വളരെ ബുദ്ധിയോടുകൂടെ പ്രയോജനപ്പെടുത്തി. പ്രിയരെ, വിശ്വാസികളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും വളരെ ബുദ്ധിയോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും ദൈവജനം ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിന്റെ ലോക മനുഷ്യർ എത്ര ബുദ്ധിയോടുകൂടിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ, അത് ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ,
ഓരോ മേഖല എടുത്താലും എത്ര കഠിനാധ്വാനം ചെയ്തും എത്ര ബുദ്ധിയോടുകൂടെയും എത്ര ഒരുക്കത്തോടുകൂടെയും ആണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്, ലോകത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസികൾ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കും വലിയ കാര്യങ്ങളെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. നാമും ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. അപ്പോൾ ബുദ്ധിയുള്ളവരായിരിക്കണം നാം. ഈ ലോകത്ത് ഈ അന്ത്യകാലത്ത് ബുദ്ധിയില്ലാത്തവരെ പോലെ പെരുമാറുവാനോ കാര്യങ്ങൾ ചെയ്യുവാനോ പാടില്ല. മറിച്ച് വളരെ ബുദ്ധിയോടുകൂടെ നാം കാര്യങ്ങൾ ചെയ്യുന്നവരാകണം. ഇവിടെ ഇതാ ഈ കാര്യവിചാരകൻ അവന് ജോലി പോകുമെന്നായപ്പോൾ, അവന് പണി പോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവൻ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ കർത്താവ് ശരിയാണോ പറയുന്നത്, ശരിവെക്കുകയാണോ? ഒരിക്കലുമല്ല. ഇവൻ ചെയ്ത പ്രവൃത്തിയെ കർത്താവ് ഇവിടെ ശരിവെക്കുന്നില്ല. ഇവൻ ചെയ്ത പ്രവൃത്തി വളരെ നല്ലത് എന്ന് കർത്താവ് ഇവിടെ പറയുന്നേയില്ല. എന്നാൽ അവന് ലഭിച്ച സമയം, അവന് ലഭിച്ച അവസരം അവൻ പ്രയോജനപ്പെടുത്തി. അവൻ എന്ത് ചെയ്തു എന്നതല്ല, അവന് ലഭിച്ച അവസരം, സമയം അവൻ പ്രയോജനപ്പെടുത്തി എന്നതാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കി നൽകുന്നത്. അതുകൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി നമുക്കറിയാം. അവൻ ചെയ്തത് യജമാനോടുള്ള ബന്ധത്തിൽ യജമാനിൽ നഷ്ടം വരുത്തുന്ന പ്രവൃത്തി അവൻ ചെയ്തത്. അവൻ ചെയ്ത പ്രവൃത്തി ഓക്കെ നല്ലത് എന്നല്ല, എന്നാൽ അവൻ ലഭിച്ച അവസരം അവൻ പ്രയോജനപ്പെടുത്തി. അവൻ എപ്പോഴാ ഇത് പ്രയോജനപ്പെടുത്തുവാനല്ല ആ ബോധമുണ്ടായത്? അവനൊരു ക്രൈസിസിലായപ്പോഴാണ്. വെൻ ഹി കെയിം ടു എ പ്രോബ്ലം, അവനൊരു പ്രശ്നത്തിലായപ്പോൾ അവന് ചില തിരിച്ചറിവുകളുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും? നമുക്കും പലപ്പോഴും ഒരു തിരിച്ചറിവുമില്ലാതെ ബോധ്യവുമില്ലാതെ ഒക്കെ നാം ജീവിക്കുന്നത്, നമുക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴാണ്. നാം ഉദ്ദേശിക്കുന്നത് പോലെയും നാം ആഗ്രഹിക്കുന്നത് പോലെയും നമുക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ജോലിപരമായും സഭാപരമായും കുടുംബപരമായും എല്ലാ കാര്യങ്ങളും വളരെ നല്ല നിലയിൽ പോകുമ്പോൾ നമുക്കൊരു പക്ഷെ പല കാര്യങ്ങളും നാം മറന്നു ജീവിക്കുന്നവരായേക്കാം. പലതിലും ശ്രദ്ധയില്ലാത്തവരായി പോയേക്കാം. കാരണം എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, ഈ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ചിലതെല്ലാം മറന്നു ജീവിക്കാം. ഇവിടെ ഇതാ ഈ ജോലിക്കാരൻ, ഈ കാര്യവിചാരകൻ ഒരു ക്രൈസിസിലായപ്പോൾ അവന് ചില തിരിച്ചറിവുകൾ ഉണ്ടായി. 3 തിരിച്ചറിവുകളാണ്, 3 ആത്മീയ പാഠങ്ങളാണ് നമ്മൾ അതിനോട് ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അവനുണ്ടായ തിരിച്ചറിവ്, അവൻ മറന്നുപോയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഹി ഫൊഗോട്ട് ഹൂ ഹി വാസ്. അവൻ ആരായിരുന്നുവെന്ന് അവൻ മറന്നൊരു ജീവിതം നയിക്കുക. അവൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു അവൻ യഥാർത്ഥമായ ആരായിരുന്നു? അവനൊരു കാര്യവിചാരകനായിരുന്നു. യജമാനന്റെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന, അത് വിനിയോഗം ചെയ്യേണ്ടുന്ന ഒരു കാര്യവിചാരകനായിരുന്നു, ഒരു ഗ്രഹവിചാരകനായിരുന്നു ഈ മനുഷ്യൻ. എന്നാൽ ഇവനോടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ ഈ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഇവൻ യജമാനന്റെ സ്വത്തൊക്കെ നാനാവിധമാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ ഇവൻ യജമാനനായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. യജമാനൻ സ്ഥലത്തില്ലായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ യജമാനൻ ഇല്ലാതിരുന്ന സമയത്ത് ഇവൻ പെരുമാറിയതൊക്കെ എങ്ങനെയാ? അവനാ യജമാനൻ, അവനാ ഇതിന്റെ ഒക്കെ ഉടമസ്ഥൻ എന്ന നിലയിൽ അവൻ പെരുമാറിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ അവൻ ആരാണെന്നുള്ള കാര്യം അവൻ മറന്നുപോയി. പ്രിയരെ, ഈ ഒരു പ്രശ്നം എനിക്കും നമുക്കൊക്കെ ഉണ്ടാകും. എന്താണെന്നറിയാമോ? നാം ആരാണെന്നുള്ള ബോധ്യം പലപ്പോഴും വിട്ടുകളയും. നാം എങ്ങനെയുള്ളവരാ? ദൈവം നമ്മെ ഏത് സ്ഥാനത്തേക്ക് വിളിച്ചൊരുക്കുക? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താ? ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാ? ഇതെല്ലാം മറന്നുപോയി ഒരു ജീവിതം നയിക്കുകയാണ്. ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടിലാകുമ്പോൾ, നാം ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ്. ദൈവമേ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും സഹായിപ്പാനില്ല. ഈ ബോധ്യത്തിലേക്ക് അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവ്. അതുവരെയും ആരടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് എന്നടാ എന്ന് ചോദിക്കാൻ വളരെ മിടുക്കരായിട്ട് നടക്കുന്നത്. നല്ല ജോലിയുണ്ട്, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്, അത്യാവശ്യം ആരോഗ്യമുണ്ട്, എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യാൻ കഴിയുമ്പോൾ ദൈവവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സഭയിലൊക്കെ പോകുന്നുണ്ടെങ്കിലും സ്വയാശ്രയത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രിയരെ, അല്ല, നാം ദൈവമക്കളാണ്, ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കേണ്ടവനാണ്. പലപ്പോഴും നാം ഇത് മറന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു ക്രൈസിസിൽ ഇവൻ എത്തിയപ്പോഴാണ് ഇവൻ മനസ്സിലായി, ഇവൻ യജമാനനല്ല, ഇവൻ ഒരു കാര്യവിചാരകനാണ്. ഞാനൊരു കാര്യവിചാരകനാണെന്നുള്ള ബോധ്യം അവനുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ നാളുകളിൽ പോകുമ്പോഴും, ഈ സമയത്തും നമ്മുടെ സ്ഥാനം മറന്ന്, നമ്മുടെ ഉത്തരവാദിത്വം മറന്ന്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സകല കാര്യങ്ങളെയും മറന്ന് ഒരുപക്ഷെ ജീവിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ, മരുമക്കൾ എന്ന നിലയിൽ,
സഭയിലെ മൂപ്പന്മാരെന്ന നിലയിൽ, ശുശ്രൂഷകന്മാരെന്ന നിലയിൽ, ദൈവദാസന്മാരെന്ന നിലയിൽ ദൈവം നമുക്ക് പല സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇതൊക്കെ മറന്ന് ഒരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയി പോകാറുണ്ട്. എന്നാൽ നമുക്ക് നമ്മെ തന്നെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. നാം ആരാണ്? ഇനി നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ മാത്രമല്ല, നമ്മുടെ ബലഹീനത എന്തെന്നും നാം തിരിച്ചറിയണം. അത് മറ്റൊരു വലിയ പരാജയമാണ്. അനേകരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവില്ലാത്തത്, എന്റെ കഴിവ് ഇതൊക്കെയാ, ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇതൊക്കെയാ, ഇതൊക്കെ എനിക്കറിയാം. എന്നാൽ മറുവശത്ത് മറന്നു പോകുന്നത് എന്താണെന്നറിയാമോ? എന്റെ ബലഹീനത എന്താ? നമ്മുടെ ജീവിതത്തിൽ എന്റെ ബലഹീനത എന്താ? ഞാൻ ഏത് കാര്യത്തിലൊക്കെയാ പിറകിലോട്ട് നിൽക്കുന്നത്? എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എത്ര മുന്നിലേക്കാണ്, ഞാൻ എത്ര പിറകിലേക്കായി പോയിട്ടുണ്ട്, ഞാനൊരു പിന്മാറ്റത്തിലാണ് പോകുന്നത്, അറിഞ്ഞുകൂടാ. അങ്ങനെ പോകുന്നവരും ഉണ്ട്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നറിയത്തില്ല, അങ്ങനെ മുന്നോട്ട് പോവുകയാ, ശരിയാണെന്ന് ചിന്തിച്ചങ്ങ് മുന്നോട്ട് പോവുകയാ. അതൊരു വലിയ പ്രശ്നം. പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. കർത്താവ് പത്രോസുമായി സംസാരിക്കുമ്പോൾ കർത്താവിനോട് കർത്താവെ, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയുകയില്ല. കർത്താവ് ഈ പത്രോസിന്റെ ബലഹീനതയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കർത്താവ് പത്രോസിനോട് സംസാരിക്കുക. പക്ഷെ പത്രോസിന്റെ മനോഭാവം എങ്ങനെയായിരുന്നു? ആരെല്ലാം കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് പോയാലും ഞാൻ ഒരു കാലത്ത് തള്ളിപ്പറയുകയില്ല. ഇതേ പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ തള്ളിപ്പറയും. അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പത്രോസിന്റെ ബലഹീനത എന്തെന്ന് അവൻ മനസ്സിലാക്കിയില്ല. നാമും അങ്ങനെയൊക്കെ തന്നെ. പത്രോസിനെയൊക്കെ ഉദാഹരണമായിട്ട് എടുക്കുന്നുവെങ്കിലും നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാ. കർത്താവെ, ആരെല്ലാം അങ്ങനെ ചെയ്താലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ ബലഹീനത നമുക്ക് പോലും പലപ്പോഴും അറിയില്ല. കർത്താവിന്റെ ദർശനം കണ്ട യെശയ്യാവിനെ കുറിച്ച്, യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമാണ്. വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങി ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദർശനം യെശയ്യാവ് കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് പരിശുദ്ധൻ, സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ വലിയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാവ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ തൊട്ട് പിന്നിലുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, 4-ഉം 5-ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആവർത്തിച്ച് യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട്, അവരുടെ പാപത്തെ നോക്കിയിട്ട് യെശയ്യാവ് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം. എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്രാവശ്യം ആവർത്തിച്ച് ഓരോ പാപങ്ങളെയും എടുത്തു വെച്ചിട്ട് ഈ രക്തപാതകന്മാരെ നോക്കിയിട്ട്, ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് പറയാം, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ, കർത്താവിന്റെ പരിശുദ്ധി, മഹത്വം ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതാ യെശയ്യാവ് പറയുക, എനിക്കയ്യോ കഷ്ടം. എന്ന് വെച്ചാൽ അതുവരെയും യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഇസ്രായേൽ ജനത്തിന്റെ കുറവുകൾ മാത്രമാണ്. ഇപ്പോൾ തന്റെ സ്വയം കുറവ് കണ്ടിട്ട് പറയുക, എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അതിലുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ നമ്മുടെ അവസ്ഥ കൂടെയാ. നാമും നമ്മെ തന്നെ ശരിക്കും ദൈവവചനത്തിലൂടെ ഒരു പരിശോധനയൊക്കെ കഴിക്കുമ്പോൾ നാം എത്രയോ നമ്മെ തന്നെ നോക്കി, അയ്യോ കഷ്ടം, എന്റെ ജീവിതത്തെ നോക്കി എത്രയോ കുറവുകളാ, ഞാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യുവാൻ കഴിയാത്തതും ഞാൻ ആഗ്രഹിക്കാത്തത് ചെയ്യുന്നതുമായിട്ടുള്ള എത്രയോ കുറവുകൾ നമുക്കുണ്ട്. പ്രിയരെ, ഇതൊക്കെ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ ഈ കാര്യവിചാരകൻ, അവന്റെ കുറവ് തിരിച്ചറിഞ്ഞില്ല. അത് മാത്രമല്ല, അവനെ തന്നെ മറന്ന് അവൻ ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ, അവന്റെ ജോലി പോകുന്നതായപ്പോൾ, അവന്റെ പണി പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ, ഈ യജമാനൻ അവനെ പറഞ്ഞു വിടാൻ തുടങ്ങുന്ന സമയമായപ്പോൾ ഇവനൊരു തിരിച്ചറിവ് വന്നു. അയ്യോ, ഞാനൊരു കാര്യവിചാരകൻ മാത്രമാണ്, ജസ്റ്റ് എ സ്റ്റുവാർഡ്, നോട്ട് ദി ഓണർ. അത് മാത്രമല്ല, അവൻ ഇതുവരെയും ചിന്തിച്ചത്, അവൻ ഇതെല്ലാം യജമാനൻ ഇവനെ ഈ സ്വത്തെല്ലാം ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അപ്പൊ ഇവൻ ചിന്തിച്ചത് എല്ലാം എനിക്കുള്ളതെന്നുള്ള നിലയിൽ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ സ്വത്തൊക്കെ നാനാവിധമാക്കിയത്. ഇങ്ങനെ നാമും പലപ്പോഴും നമുക്കുള്ളതൊക്കെ നാം ചിന്തിക്കും, ഇതൊക്കെ എന്റേതാ. ശരിയാ, നമ്മുടെ പേരിലൊക്കെ ആയിരിക്കും, നമ്മുടെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതെല്ലാം ആര് നൽകിയിരിക്കുന്നതാ? എല്ലാം ദൈവം നൽകിയിരിക്കണം. നമുക്കിവിടെ സ്വന്തമെന്ന് പറയാനൊന്നുമില്ല. എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കണം. വി possess everything but we are not the owners. ഇതെല്ലാം നാം കൈകാര്യം ചെയ്യാൻ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ഉടമസ്ഥാവകാശം നമ്മുടേതല്ല. ഇത് തന്നെ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. എല്ലാം എനിക്ക് ദൈവം നൽകിയിരിക്കും, ദൈവം എന്റെ കരങ്ങളിലോട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതില്ലാതെ പോകുമ്പോഴാണ് നമുക്കൊക്കെ പ്രശ്നം. മറ്റൊരു ഉപമ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അത് വിശദീകരിക്കുന്നില്ല. ദൈവവശാൽ ആ ഉപമയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം.
ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ അറിയാവുന്ന പ്രസിദ്ധമായ ഒരു ഉപമയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഒരു ഉപമയും അവരോട് പറഞ്ഞു, ധനവാനായ ഒരു മനുഷ്യന് ഭൂമി നന്നായിട്ട് വിളഞ്ഞു. അപ്പോൾ അവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. ഞാൻ എന്ത് ചെയ്യേണ്ടു? അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ എടുത്താൽ നീ ഒരുക്കി വെച്ചതൊക്കെ എന്തിനായിത്തീരും? മൂഢ എന്ന കർത്താവ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എങ്കിലും ആ ധനവാനായിരിക്കുന്ന മനുഷ്യന്റെ ഒരു മനോഭാവമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവന്റെ സ്വത്ത്, അവന് വലിയ ധാന്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ ആ വിളവ് അധികമായപ്പോൾ അവൻ പറയുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ കളപ്പുര, എനിക്ക് വിത്തുണ്ടായി, എനിക്ക് ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടായി, എന്റെ വിളവ് എനിക്ക് ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 5 പ്രാവശ്യം അവൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ഐ എന്റേത്, എന്റേത്, ഇറ്റ്സ് ഓൾ മൈൻ, ഇതെല്ലാം എന്റേതാണ്, എന്റെ കളപ്പുര, എനിക്കുണ്ടായ ആദായം, അത് ഞാൻ അധികം വലിയതായിട്ട് പണിയും, അവൻ ഞാനത് ചെയ്യും. ഇവൻ പറഞ്ഞു വരുന്ന ആശയം എന്താ? ഇതെല്ലാം ആരുടെയാ? എന്റേതാ. ദർ ഇസ് നോ ഗോഡ് ഇൻ ഇറ്റ്. ദൈവമൊന്നുമില്ല, ദൈവത്തിന് അതിലൊന്നും പറയാനുമില്ല, ഇതെല്ലാം ഞാൻ എന്റെ കൈമിടുക്കുകൊണ്ട് നേടിയെടുത്തിരിക്കുക. ഇതാണ് ഇവരുടെ മനോഭാവം. പ്രിയരെ, പലപ്പോഴും നമുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഭാഗത്തും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഈ കർത്താവ് പറയുന്ന ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി, ഇതൊന്നും നമ്മുടേതല്ല, ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാ. ദൈവമായി ഇതൊക്കെ നൽകിയിരിക്കുന്നത്, നാം ഇതൊക്കെ കാര്യ വിചാരകന്മാരായിരുന്ന് വിനിയോഗം ചെയ്യാൻ മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ബന്ധത്തിലും നാം എന്താ ചെയ്യേണ്ടത്? നല്ല കാര്യവിചാരകന്മാരായിരിക്കണം. ഇവിടെ ഈ കാര്യവിചാരകനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിശ്വസ്തത കാട്ടി. എന്നാൽ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക, നമ്മെ കുറിച്ച് തന്നെ നാം തിരിച്ചറിവുള്ള ഉണ്ടാകുമ്പോൾ നാം എല്ലാത്തിനും വിശ്വസ്തതയുള്ള നല്ല കാര്യവിചാരകന്മാരായിരിക്കണം. വിശദീകരിക്കുന്നില്ല, എവിടെയെല്ലാം നമ്മുടെ കാര്യവിചാരകത്വം വേണം, എവിടെയെല്ലാം നാം ഈ കാര്യവിചാരകത്വത്തിൽ വിശ്വസ്തത നാം പുലർത്തണം, എല്ലാ കാര്യങ്ങളിലും അതുണ്ടാവണം. അക്കമിട്ട് പറഞ്ഞാൽ സമയത്തോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും നല്ല കാര്യവിചാരകന്മാരായിരിക്കണം. ഒരുപക്ഷെ നാം ഒട്ടും വില കൽപ്പിക്കാത്തതും തള്ളിക്കളയുന്നതും പിന്നീടാവട്ടെ എന്ന് വെച്ചു കളയുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ കാരണമെന്ന് പറയുന്നത് സമയത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമുക്കൊരു വിശ്വസ്തതയും കാണുകയില്ല. സമയം എങ്ങനെയായിക്കോട്ടെ, എങ്ങനെയും പൊക്കോട്ടെ എന്ന നിലയിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത നിലയിലാക്കാറ്. അതുകൊണ്ടാണ് എഫേസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സമയം പാഴാക്കരുത്. ഈ കാലത്തിൽ നാം വളരെ ബുദ്ധിയോടുകൂടെ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതും ആവശ്യമാണ്. നമുക്കറിഞ്ഞുകൂടെ എത്ര നാളുകളാ നമുക്ക് ഈ ഭൂമിയിലുള്ളത്. എന്നാൽ നൽകിയിരിക്കുന്ന നാളുകൾ അത് നാം പ്രയോജനപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണ്. മുമ്പോട്ട് വരാം. പിന്നെ ഇവിടെ നാം കാര്യവിചാരകത്വം, വിശ്വസ്തത പുലർത്തണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലും കഴിവുകളോടുള്ള ബന്ധത്തിലും ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ദൈവജനത്തിനും കുറഞ്ഞ പക്ഷം ഒരു കൃപാവരം വരുമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൃപാവരം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൃപാവരങ്ങളുടെ ബന്ധത്തിൽ നാം നിശ്ചയമായിട്ടും വിശ്വസ്തത പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, ഞാൻ ചർച്ചിൽ പോകുന്നു, സഭയിൽ പോകുന്നു, എന്റെ ഉത്തരവാദിത്വം ഞാൻ അപ്പുറയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു കാര്യങ്ങൾ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഞാനൊന്ന് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, നാം കേവലം പോകുവാൻ വേണ്ടി ഒരിടമായിട്ടല്ല നമ്മെ സഭയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മെ സഭയിലാക്കി വെച്ചിരിക്കുമ്പോൾ സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരം നാം പ്രയോജനപ്പെടുത്തേണ്ടവരാണ്. ഏതെല്ലാമാണ് നമുക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന കൃപാവരങ്ങൾ? റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന സ്ഥിരമായി നൽകിയിരിക്കുന്ന കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവിടെ 7 കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 4-ാം അധ്യായത്തിൽ അവിടെ ഇന്ന് നിലനിൽക്കുന്നതായിരിക്കുന്ന കൃപാവരങ്ങളും താൽക്കാലിക വരങ്ങളുമുണ്ട്. അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമുണ്ട്, അത് താൽക്കാലിക വരങ്ങളാണ്. എന്നാൽ നിലനിൽക്കുന്നതുണ്ട് മൂപ്പന്മാരും സുവിശേഷകന്മാരും.
പിന്നീട് നാം ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരും പ്രസംഗിക്കുന്നവരും. അങ്ങനെ റോമാലേഖനത്തിൽ 7-ഉം എഫേസ് ലേഖനത്തിൽ 2-ഉം പിന്നീട് പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 ആവർത്തിച്ചിട്ടുള്ളത് ഒന്നായിട്ട് അങ്ങനെ 10 കൃപാവരങ്ങൾ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. 10 നൽകിയിട്ടൊന്നല്ല, കുറഞ്ഞ പക്ഷം ഒന്നെങ്കിലും നമുക്കുണ്ട്. എനിക്ക് എന്താ നൽകിയിരിക്കുന്നത് അത് പ്രയോജനപ്പെടുത്തണം. ഒരു കാര്യവിചാരകൻ എന്ന് പറയുമ്പോൾ അവന് ലഭിച്ചിരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നവനായിരിക്കണം. പ്രിയരെ, നമുക്കൊക്കെ നൽകിയിരിക്കുന്ന കൃപാവരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ സ്ഥലസഭയിൽ ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇത് തിരിച്ചറിഞ്ഞ് അത് നിവർത്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. അതിനുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു കാര്യം, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നാം നല്ല കാര്യവിചാരകന്മാരായിരിക്കണം. പലപ്പോഴും ഇത് നാം വലിയ പ്രാധാന്യം നൽകാതെ പോകാറുമുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഈ വലിയ രക്ഷയാണ്. ഈ രക്ഷയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നിടത്തൊക്കെ പറയുവാനും എങ്ങനെയെല്ലാം ഈ കർത്താവിന് ഒരു സാക്ഷിയായി തീരാൻ കഴിയുമോ അവിടെ എല്ലാം ഒരു സാക്ഷിയായി ആ നിലയിൽ വിശ്വസ്തത പുലർത്തേണ്ടത് വളരെ ആവശ്യം. മുമ്പോട്ട് വരട്ടെ. ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവിചാരകത്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെ? ഇവനെ പുറത്താക്കാൻ അല്ലെങ്കിൽ ഇവനെ ജോലിയിൽ നിന്ന് നീ കണക്ക് കൊണ്ടുപോവാ, നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വിടുമ്പോൾ ഈ കാര്യവിചാരകനുള്ള ബന്ധത്തിൽ സാമ്പത്തിക കാര്യമാണ്, ഭൗതിക കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭൗതിക കാര്യങ്ങളുള്ള ബന്ധത്തിലും നാം വിശ്വസ്തരായ കാര്യവിചാരകന്മാരായിട്ട്. അനേക ആളുകളും ചിന്തിക്കുന്നത് സാമ്പത്തിക വിഷയത്തിലെ വിചാരകത്വം എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കുന്ന സമ്പത്തിൽ 90% എനിക്കും 10% ദൈവത്തിന് കൊടുക്കുക, ദശാംശം 10-1 ദൈവത്തിന് 90% എനിക്ക്. ഇതാണ് കാര്യവിചാരത്വം. അങ്ങനെയാണോ കാര്യവിചാരകത്വം? ഒരിക്കലുമല്ല. ഒരു സ്റ്റിവാർഡ്, നമ്മുടെ വീട്ടിലൊരു കാര്യവിചാരകൻ, ഒരു സ്റ്റിവാർഡ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ഗ്രഹവിചാരകൻ, ഒരു കാര്യസ്ഥൻ ബന്ധത്തിൽ നമ്മുടെ സ്വത്ത് മുഴുവൻ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ സ്വത്തിന്റെ ആദായം എടുത്തിട്ട് കാര്യസ്ഥൻ പറയുക 90% എനിക്കും 10% നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അത് കാര്യസ്ഥനാണോ? നാം ആരും സമ്മതിക്കുകയല്ലേ? നമുക്ക് അങ്ങനെ ഒരു കാര്യസ്ഥൻ, ഒരു മാനേജറൊക്കെ ഉണ്ടെങ്കിൽ മാനേജർ വന്നിട്ട് പറയുക, ഇക്കൊല്ലം ഇത്ര ആദായമുണ്ട്, സമ്പത്ത് നമ്മുടെ ബിസിനസ്സിൽ ഇത്രയും ലാഭമുണ്ട്, അതിൽ 90% ഞാൻ എടുക്കുന്നു, 10% കമ്പനിക്ക് തരുന്നു. അങ്ങനെയാണോ? അല്ല. കാര്യവിചാരകത്വം എന്ന് പറഞ്ഞാൽ എന്താ? 90 ദൈവത്തിനും 90 എനിക്കും 10% ദൈവത്തിനുമല്ല, 90 ദൈവത്തിനും 10% എനിക്കുമല്ല, ഇത് രണ്ടുമല്ല. പിന്നെന്താ? ഇതെല്ലാം ആരുടേതാ? ഇതെല്ലാം ദൈവത്തിൻ്റെതാ. ദൈവം പറയാ 100% കൊടുത്തരെ, നീ കൊടുത്തോളുക. ദൈവം പറയാ 10 നീ കൊടുക്കുക. ദൈവം എന്ത് പറയുന്നുവോ, ദൈവാത്മാവ് എന്ത് ബോധ്യം നൽകുന്നുവോ അതനുസരിച്ച് അത് ഉപയോഗിക്കുവാനും ചെയ്യുവാനും നമുക്ക് കഴിയണം. അതാണ് നല്ല കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. അതാ നമുക്കും ആവശ്യമായി. ദൈവത്തിന് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചൊരു ജീവിതം. ദൈവം എന്തു പറയുന്നുവോ, ദൈവം പറയുന്ന വഴിയെ പോകുവാൻ, പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, പറയുന്നത് ചെയ്യുവാനും പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനും നാം മനസ്സൊരുക്കമുള്ളവർ ആയിരിക്കും. കഴിഞ്ഞ ഉപമയിൽ നാം ശ്രദ്ധിച്ചതുമാണ്, ദൈവത്തിന് ഇത് ഞാൻ നൽകിയിട്ട് എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ദൈവത്തിന് പൂർണ്ണമായും നൽകുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹന്നയുടെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാൻ കഴിയും. ഹന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്നു. അവൾ മക്കളില്ലാതിരുന്ന വളരെ വ്യസനിച്ച ഒരു സ്ത്രീയായിരുന്നു. അവൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്കൊരു ആൺ പൈതലിനെ അങ്ങ് നൽകണം. എന്നാൽ അവൾ പ്രാർത്ഥിക്കുന്നത് എന്താ? അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു നേർച്ച നേരുന്നുണ്ട്, എനിക്കൊരു ആൺ പൈതലിനെ നൽകുകയാണെങ്കിൽ, പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ അവനെ അങ്ങേക്ക് നൽകാം. അതാണ് ഒരു കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. ദൈവമേ എനിക്ക് ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, അപ്പം ഹന്ന ഒരു വിലപേശൽ ദൈവമായിട്ട് നടത്തുകയാണോ? ഒരു മോനെ നൽകുകയാണെങ്കിൽ ആ മോനെ നൽകുകയാണെങ്കിൽ ഞാൻ തിരികെ തരാം. അപ്പോൾ അങ്ങനെയാണെന്ന് ചിന്തിച്ചേക്കാം. ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഇവിടെ ആർക്കാ ലാഭം? നമ്മൾ കടയിൽ ചെന്ന് ഒരു കാര്യത്തിന് വേണ്ടി വിലപേശുക, ഒരു സാധനം മേടിക്കാനായിട്ട്. അപ്പോൾ വിലപേശുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? കടക്കാരന് 10 രൂപ കൂടുതൽ കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടാണോ? ഒരിക്കലുമല്ല. എനിക്ക് 10 കാശ് എന്ന് വെച്ചാൽ എനിക്ക് നഷ്ടം വരാത്ത നിലയിൽ എനിക്ക് കുറച്ചുകൂടെ ലാഭിക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരാളോട് വിലപേശനം നടത്തുന്നു.
ഇവിടെ ഹന്ന ദൈവത്തോട് പറയുന്നത്, ദൈവമേ ഒരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ അവനെ അങ്ങേക്ക് നൽകാമെന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാ ലാഭം? ദൈവത്തിനല്ലേ. എന്ന് വെച്ചാൽ ദൈവം അങ്ങനെ എനിക്കൊരു മകനെ നൽകുകയാണെങ്കിൽ ആ മകനെ അങ്ങേക്ക് പൂർണ്ണമായിട്ട് നൽകിയേക്കാം. രണ്ടുപേരെ നൽകുകയാണെങ്കിൽ ശമൂവേലിനെ നൽകാമെന്നൊന്നും അല്ല ഹന്ന പ്രാർത്ഥിച്ചത്. എനിക്ക് ഒരു പുരുഷ സന്താനത്തെ നൽകണം, അവനെ അങ്ങേക്കായി തിരികെ നൽകാം. അതൊരു വിലപേശലൊന്നും അല്ല. അതാ യഥാർത്ഥമായിട്ടും ഒരു കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. ദൈവം എനിക്ക് എന്താണോ അങ്ങ് നൽകുന്നത് അത് പൂർണ്ണമായും അങ്ങേക്ക് നൽകാം. ഈ ഒരു മനോഭാവം നമുക്കുണ്ട്. ഇന്ന് ഭൗതിക കാര്യങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളുടെ ബന്ധത്തിൽ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു മനോഭാവമാണ്. എന്ത് മനോഭാവം? ആ ദൈവത്തിന് നൽകുവാനുള്ള മനോഭാവം. മലാഖിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ആ മലാഖിയിൽ ആ ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ എന്താ എനിക്ക് യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുന്നത്? ഏത് തരത്തിലുള്ള ആടുകളെയാ? കണ്ണുപൊട്ടിയതും മുടന്തുള്ളതും. സത്യം പറഞ്ഞ അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങുന്ന വേദഭാഗങ്ങൾ തന്നെയാ. ദൈവജനം പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന് ദേവാലയവും പണിത് വീണ്ടും ആരാധിക്കുവാനും യാഗവും ഒക്കെ ദൈവം കരുണ കാണിച്ചു ചെയ്തു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്? അവരുടെ കൂട്ടത്തിൽ, ആടുകളുടെ കൂട്ടത്തിൽ കണ്ണ് പൊട്ടിയതുണ്ടെങ്കിൽ, മുടന്നുള്ളതുണ്ടെങ്കിൽ, യാതൊരു തരത്തിലും പ്രയോജനം ഇല്ലാത്തതാണെങ്കിൽ അത് ദൈവത്തിന്. ഇപ്പോഴും അങ്ങനെയൊക്കെയാ. പലപ്പോഴും ചില നാം ഒരു പക്ഷെങ്കിൽ പുറമെ അങ്ങനൊന്നും പറയത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരു കാര്യമില്ലെങ്കിൽ, ഒരു പ്രയോജനം ഇല്ലാത്തതൊക്കെ ദൈവത്തിന് കൊടുക്കുക. അത് ഏതെല്ലാം തരത്തിലാണെന്ന് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്താൽ മതി. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പണ്ടൊരിക്കൽ ഒരു കൃഷിക്കാരൻ, ഒരു പശുവിനെ വളർത്തുന്നയാള്, അദ്ദേഹത്തിന് വിശ്വാസിയായ ഒരു കുടുംബം. അപ്പോൾ പശു പ്രസവിച്ചു 2 പശുക്കിടാങ്ങൾ, ഒരു കറുത്ത പശുക്കിടാവും ഒരു ചുവന്ന പശുക്കിടാവും. അപ്പോൾ ആ തൊഴുത്തിൽ നിന്നുകൊണ്ട് ഈ കർഷകൻ ഇങ്ങനെ പറഞ്ഞു, ഈ വിശ്വാസിയായിരിക്കുന്ന സഹോദരൻ ഇങ്ങനെ ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഒരു പശുക്കിടാവും കർത്താവിനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ ചോദിച്ചു, ഇതിൽ ഏത് പശുക്കിടാവാ? അത് അവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ തീരുമാനിക്കാം, ഇതിൽ ഒരെണ്ണം കർത്താവിനുള്ളതാണ്. ചില ദിവസങ്ങൾ മുൻപോട്ട് പോയി രാവിലെ പശുവിനെ കറക്കാൻ വേണ്ടി ഈ മനുഷ്യൻ രാവിലെ തൊഴുത്തി വന്ന് നോക്കിയപ്പോൾ ചുവന്ന പശുക്കിടാവ് ചത്ത് കിടക്കുക. ഇദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടെ, മനോവിഷമത്തോടെ ഓടി അടുക്കളയിട്ട് എന്ത് ഭാര്യയോട് പറഞ്ഞു, ഇനി നാം ദൈവത്തിന് കൊടുക്കാൻ വെച്ചിരുന്ന ആ ചുവന്ന പശുക്കിടാവ് ഇതാ ചത്ത് കിടക്കുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, നമ്മൾ തീരുമാനിച്ചില്ലല്ലോ ഏത് പശുക്കിടാവിന്? ഇല്ലില്ല, ഇതുണ്ടായപ്പോ തന്നെ തീരുമാനിച്ചു ചുവന്ന പശുക്കിടാവ് ദൈവത്തിനുള്ളത്. എന്ന് വെച്ചാൽ എന്താ? ചത്ത് കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിനുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിനോടുള്ള ബന്ധത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കർത്താവിന് വേണ്ടി വെച്ചതായിരുന്നു, പക്ഷെ അതിപ്പോ പോയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ കൊടുക്കണ്ട, ഇനിയൊന്നും ചെയ്യേണ്ടതില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവത്തിന് ഏറ്റവും മികച്ചത് നൽകുവാൻ നാം കഴിയുന്നവരായി. സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, നിന്റെ ആദായത്തിന്റെ എല്ലാറ്റിനെയും ആദ്യഫലം നീ ദൈവത്തിന് നൽകി ദൈവത്തെ ബഹുമാനിക്കുക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കുറവുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു കുറവുണ്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നൊരു കുറവ് നിങ്ങൾ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മുമ്പത്തേതിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, യു ഷുഡ് ഗീവ് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ടു ഗോഡ്. ദൈവത്തിന് ഏറ്റവും മികച്ചതും ഏറ്റവും നല്ലതും കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. പലപ്പോഴും ഇതിന് നാം സാധിക്കാതെ പോകാറുണ്ട്. ദൈവത്തിന് മികച്ചത് കൊടുക്കണോ? ദൈവത്തിന് അത്രയും മികച്ചതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കാം. അങ്ങനെ പക്ഷെ ദൈവാത്മാവ് എപ്പോഴും ദൈവവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന് ഏറ്റവും മികച്ചത് നൽകുവാൻ മനസ്സുള്ളതായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ചിലരെങ്കിലും ചിന്തിച്ചു, അതെന്താ ദൈവം എപ്പോഴും മികച്ചത് ആവശ്യപ്പെടുന്നത്? വൈ ഗോഡ് ഓൾവേസ് ആസ്ക്സ് ഫോർ ദ ബെസ്റ്റ് ഓഫ് യു? നിങ്ങളുടെ ഏറ്റവും നല്ലത് ദൈവം എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ചിലരൊക്കെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, അങ്ങനെ ചിന്തിക്കാൻ വകുപ്പില്ലെങ്കിലും, അത്ര ആഴത്തിലൊന്നും അങ്ങനെ ചിന്തിക്കുകയില്ലെങ്കിലും, ദൈവം ഇത്ര സ്വാർത്ഥനാണോ? നമ്മൾ നല്ലതൊന്നും അനുഭവിക്കാൻ പാടില്ല, ദൈവത്തിന് നല്ലതെല്ലാം കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കും? ദൈവം പറയുന്നത് എന്താ? ദൈവം ഒരു സ്വാർത്ഥനാണെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചേക്കാം. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. ദൈവം എല്ലാം നല്ലത് ചോദിക്കുന്നല്ലോ. എന്തുകൊണ്ടാണ് ദൈവം എല്ലാം നല്ലത് നമ്മോട് ചോദിക്കുന്നത്? പ്രിയരെ, ദൈവത്തിന് നല്ലത് കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് നല്ലത് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് സ്നേഹമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ട് അവരോട് കരുണ കാണിക്കാത്തത്? എന്തുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് അവർക്ക് നല്ലത് കൊടുക്കാൻ മനസ്സിലാത്തത്? കാരണം എന്താ? ദൈവത്തെ നമ്മൾ അത്രേ കൊടുത്തിട്ടുള്ളൂ.
നാം ദൈവത്തിന് കൊടുക്കുന്ന വില കുറവാണെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് നാം കൊടുക്കുന്ന വില കുറവാണ്. ദൈവത്തിന് ഞാൻ മികച്ചത കൊടുക്കുന്നതെങ്കിൽ എന്റെ കൂട്ടു സഹോദരന്മാരെ മികച്ച നിലയിൽ കാണുവാൻ, അവരെ മികച്ചതായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് ആ സഹോദരന്മാർക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, അവർക്ക് യാതൊരു വിലയും, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവരെ മൈൻഡ് പോലും ചെയ്യുകയില്ല, ഒരു വിലയും ഇല്ല, അവരെ വെറും കുറവുള്ളവരായിട്ട് കാണുന്നത്? എന്താ കാരണം എന്നറിയാമോ? ദൈവത്തോടുള്ള ഇവരുടെ മനോഭാവം ഇങ്ങനെയാണ്. ഹൗ യു ട്രീറ്റ് യുവർ ഗോഡ് ഇസ് ദ സെയിം വേ യു വിൽ ട്രീറ്റ് യുവർ ബ്രദർ ടു. അങ്ങനെ തന്നെയായിരിക്കും ദൈവത്തെ എങ്ങനെയാണോ നീ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്റെ കൂട്ടു സഹോദരനോടുള്ള എന്റെ പെരുമാറ്റം അതെന്തോടെ കാണിക്കുന്നില്ല? ദൈവത്തോടുള്ള പെരുമാറ്റം, എന്റെ ദൈവത്തോടുള്ള സ്നേഹമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് യു ഗീവ് യുവർ ബെസ്റ്റ് ടു ഗോഡ്. ദൈവത്തിന് ഏറ്റവും നല്ലത് നീ കൊടുക്കുക. ഏറ്റവും നല്ലത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നാം ബാക്കിയുള്ളവർക്കും നല്ലത് ചെയ്യുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. ഇവിടെ ഇതാ ഈ കാര്യവിചാരകനെ ഉള്ള ബന്ധത്തിൽ ഈ ഒരു നല്ല കാര്യവിചാരകനാകണമെങ്കിലും ദൈവത്തിന് ആ സ്ഥാനം നൽകുവാൻ, ദൈവത്തെ ആ നിലയിൽ കാണുവാൻ നമുക്ക് കഴിയണമെന്നത് വളരെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഇതാ ഈ കാര്യവിചാരകൻ അതിന് കഴിഞ്ഞില്ല. അവനെ യജമാനനോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ഒരു നല്ല കാര്യവിചാരകനാകാതെ അവൻ ഒരു യജമാനൻ എന്ന നിലയിൽ അവൻ പെരുമാറിക്കൊണ്ടിരിക്കുക. അവൻ ഇവിടെ ഇവന്റെ യജമാനനെ എന്താ വിളിക്കുന്നത്? യജമാനനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്, അല്ലെ? നാം ഇതിനകത്ത് വായിച്ചിട്ടുണ്ട്. യജമാനൻ അവനെ പുറത്താക്കുമ്പോൾ യജമാനൻ എന്നെ പുറത്താക്കുകയാണ്, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു. അപ്പൊ ഇവൻ എന്താ വിളിക്കുന്നത്? ഇവന്റെ ഉടമസ്ഥനെ ഇവൻ വിളിക്കുന്നത് എന്താ? യജമാനനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ അവന്റെ ഇത്രയും നാളും ഇവൻ ഈ ഉടമസ്ഥനെ യജമാനായിട്ടൊന്നും അല്ല അവൻ കണ്ടിരുന്നത്. അവൻ വാക്കിൽ കർത്താവെ എന്നൊക്കെയാ വിളിക്കുന്നത്. പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ കർത്താവിനെ കർത്താവായിട്ടല്ല കാണുന്നത്. നാം കർത്താവിനെ കർത്താവ് എന്നൊക്കെ വിളിക്കുന്നത്, ദൈവത്തെ കർത്താവെ എന്നാ വിളിക്കുന്നത്. ബട്ട് ഡു വി ആക്ച്വലി മീൻ ദാറ്റ്? ഞാൻ പലപ്പോഴും പറയുന്ന നമുക്ക് അറിയാവുന്ന ഒരു ഉദാഹരണമുണ്ട്. കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മറ്റൊരു നിലയിൽ നിന്നുകൊണ്ട് നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ പത്രോസിന്റെ മറുപടി എന്താ? ഉവ്വ് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ കർത്താവ് വീണ്ടും ചോദിക്കുന്നു, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിന്റെ വീണ്ടും മറുപടിയാണ്, ഉവ്വ് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇതിൽ അതൊക്കെ ഇനിയൊന്ന് വിശദീകരിക്കേണ്ടതാണെങ്കിൽ അതിലേക്ക് കിടക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നത് എന്താ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഡു യു ഹാവ് അഗാപ്പെ ലവ്? നിനക്ക് എന്നോട് യഥാർത്ഥ ദൈവിക സ്നേഹത്താലുള്ള സ്നേഹമുണ്ടോ? ദൈവം എന്ന നിലയിലുള്ള സ്നേഹമുണ്ടോ? അപ്പോൾ പത്രോസിന്റെ മറുപടി എന്താ? സ്നേഹമുണ്ടെന്നല്ല, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എന്റെ കൂട്ടു സഹോദരന്മാരോടുള്ള പോലെ ഒരു സ്നേഹം എനിക്ക് നിന്നോടുണ്ട്. ബാക്കി ദൈവിക സ്നേഹത്താൽ ഒരു സ്നേഹമല്ല. കർത്താവ് ചോദിക്കുന്നത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ 2 വട്ടം കർത്താവ് ചോദിച്ചു സ്നേഹമുണ്ടോ? ഇവൻ മറുപടി എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3-ാമത്തെ വട്ടം കർത്താവ് എന്താ ചോദിക്കുന്നത്? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അപ്പോൾ എന്താ പത്രോസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവ് നീ സകലവും അറിയുന്നു. പ്രിയരെ, എന്താ കർത്താവ് പറയുന്നത്? 2 വട്ടം സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയമുണ്ടെന്നാ പത്രോസ് പറഞ്ഞത്. കർത്താവ് ഒടുവിൽ ചോദിക്കുക, പത്രോസ്, നീ പറയുന്നു പ്രിയമുണ്ടെന്ന്, നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ? ഡു യു ഹാവ് അറ്റ്ലീസ്റ്റ് ദ ലവ് ദാറ്റ് യു ടോക്ക് അബൌട്ട്? നീ പറയുന്ന ആ പ്രിയമെങ്കിലും നിനക്കുണ്ടോ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലും നമ്മുടെയൊക്കെ പ്രസംഗത്തിലും നമ്മുടെയൊക്കെ വചനം പഠിപ്പിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും സ്തോത്രത്തിലും പാടുമ്പോഴും ഒക്കെ നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്തെല്ലാമാ പറയുന്നല്ലേ? ദൈവമേ, ഞാൻ പറയുന്നില്ല, ഓരോ വാക്കുകളും എടുത്തൊന്ന് വിശദീകരിച്ചേ. നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്ന വാക്കുകൾ, ദൈവം ഞങ്ങൾ എപ്പോഴും അങ്ങേ സ്തുതിക്കുന്നു. ഡു വി ഡു ദാറ്റ്? നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? പക്ഷെ നാം പറയുന്നത്, ദൈവമേ, ഞങ്ങൾ സകല മഹത്വം അങ്ങേക്ക് കരയറ്റുന്നു. സകല മഹത്വം കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളാണ് ഇതൊക്കെ. എന്റെ ജീവിതത്തിലെ പരാജയമായതൊക്കെ. കർത്താവ് പറയുന്നത് പോലൊക്കെയും, ഈ പ്രാർത്ഥിക്കുന്നത് പോലൊക്കെയും, ഈ സ്തോത്രം ചെയ്യുന്നത് പോലൊക്കെയും, ഈ പാടുന്നത് പോലൊക്കെയും, ഞാൻ എന്തെല്ലാം പാടുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ, സകല മഹത്വവും ഞാൻ അങ്ങേക്ക് നൽകുന്നു, അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഞാനിത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാ ഈ ശുശ്രൂഷ ചെയ്യുന്നു, ഈ പ്രോഗ്രാം നടത്തുന്നു, ഇതെല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനാണ്. പക്ഷെ പലപ്പോഴും പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണോ? കർത്താവ് പത്രോസിനോട് ചോദിച്ചോലെ, പത്രോസ്, നീ പറയുന്നു നിനക്ക് എന്നോട് പ്രിയമുണ്ടെന്ന്, നിനക്ക് ഈ പ്രിയമെങ്കിലും ഉണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിലാ ചോദിക്കുന്നത്. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എത്രയോ വാക്കുകളുണ്ട്. ഒരുപക്ഷെ നാം സ്ഥിരമായി പ്രാർത്ഥിച്ചു വരുന്നത് കൊണ്ട് ചില വാക്കുകളും ചില സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ എപ്പോഴും പ്രാർത്ഥനയാണ്.
പക്ഷെ ദൈവം നമ്മോട് തിരിച്ചു ചോദിക്കുക, ഇത് നീ പറയുന്നുണ്ട്, ഇത് നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് നീ എപ്പോഴും പാടുന്നുണ്ട്, നീ ഇങ്ങനെ തന്നെയാണോ? നമ്മുടെയൊക്കെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. ഇവിടെ ഇതാ ഈ കാര്യവിചാരങ്ങളുടെ ബന്ധത്തിൽ ഇവൻ യജമാനനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും യജമാനനെ ഇവൻ യജമാനായിട്ട് കണ്ടിട്ടില്ല. നാം കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് ഗിവിംഗ് ദ കംപ്ലീറ്റ് ലോർഡ്ഷിപ്പ് ടു ദ ലോർഡ്. കർത്താവിന് പൂർണ്ണ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ നാം നൽകുന്നില്ല. നമ്മുടെ പരാജയമാ, സമ്മതിച്ചേ പറ്റുകയുള്ളൂ. കർത്താവ് നമ്മെ ബലപ്പെടുത്തിട്ട് ഇവിടെ ഇതാ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഉടമസ്ഥനെ യജമാനെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ യജമാനൻ ശരിക്കും ആരായിരുന്നു? സമ്പത്തായിരുന്നു, പണത്തിനായിരുന്നു ഇവൻ പ്രാമുഖ്യം നൽകിയത്. അതുകൊണ്ട് അത് നാനാവിധമാക്കി കളഞ്ഞ് അവൻ ആസ്വദിച്ച് അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോവുകയാണ്. അവന്റെ യജമാനൻ ശരിക്കും ആരായിരുന്നു? സമ്പത്തായിരുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ലവ് ഓഫ് ദ മണി ഈസ് എ റൂട്ട് ഓഫ് എവറി ഈവിൾ. സകലവിധ ദോഷത്തിന്റെ കാരണം ദ്രവ്യാഗ്രഹമാണ്. നമുക്കും അങ്ങനെയൊക്കെയാ പലപ്പോഴും പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, പണത്തെ നാം നിയന്ത്രിക്കുന്നു, അല്ലെ, പണത്തെ നാം ആണ് നിയന്ത്രിക്കേണ്ടത്, പണം നമ്മെ നിയന്ത്രിക്കാൻ പാടില്ല. അത് ശരി തന്നെയാ, അല്ലെ? നാം അത് അംഗീകരിക്കുകയും ചെയ്യും. സമ്പത്തിനെ നാം നിയന്ത്രിക്കുക വേണ്ടത്, സമ്പത്ത് നമ്മെ നിയന്ത്രിക്കരുത്. ഇവിടെ ഇവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തായിരുന്നു ഇത്ര നാൾ ഇവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, ഇവന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്, ഇവന്റെ ജീവിതമൊക്കെ ആ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാ പോകുന്നത്? നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ബന്ധത്തിലും നമ്മെ തന്നെ ഒരു പരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. പണ്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു രസകരമായ ഒരു കഥയാണ്. പണ്ടൊരിക്കൽ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം നടക്കുക, ഇങ്ങനെ ഒരു പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ്, രസകരമായ കഥ. അപ്പോൾ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം നടക്കുക. അപ്പം രണ്ടു കൂട്ടം വളരെ ശക്തമായ നിലയിൽ അതിർത്തിയിൽ കാത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ വിളിച്ചിട്ട്, ഈ അതിർത്തിയിൽ നിൽക്കുന്ന അദ്ദേഹം വിളിച്ചിട്ട് കമാൻഡറിനോട് പറഞ്ഞു, സോ ഞാനൊരു തീവ്രവാദിയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ പിടിച്ചിട്ടുണ്ടോ? അപ്പം അദ്ദേഹത്തെ മേജറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ വെരി ഗുഡ്, നല്ലൊരു കാര്യം നീ ചെയ്തിരിക്കുന്നു, നീ ഉടനെ അവനെ പിടിച്ചുകൊണ്ട് ക്യാമ്പിലേക്ക് വരാൻ. ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഫോൺ വിളിച്ചു. അത് സാറിനോട് പറഞ്ഞു, സർ ഇവൻ വരാൻ തയ്യാറാകുന്നില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഈ മേജർ അവൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, അവൻ വരാൻ തയ്യാറാകുന്നെങ്കിൽ നീ അവനെ വിട്ടു നീ ഇങ്ങനെ തിരിച്ചു പോരാം. ശരി എന്ന് പറഞ്ഞു ഫോൺ കിട്ടി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, സർ ഇവനൊട്ട് വരുന്നുമില്ല, എന്നെ അങ്ങോട്ട് വരാനൊട്ട് സമ്മതിക്കുന്നുമില്ല. പക്ഷെ ഇവൻ എന്താ ആദ്യം വിളിച്ചു പറഞ്ഞത് എന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യം വിളിച്ചു പറഞ്ഞത് ഞാൻ ഒരാളെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ആരെയാ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവനെ തീവ്രവാദി പിടിച്ചു വെച്ചിരിക്കുക, മറുവശത്തുള്ളവരെ പിടിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഇവൻ പറയുന്നത് എന്താണ്? ഞാന് ഇന്നയാളെ പിടിച്ചു വെച്ചിരിക്കുന്നു. നമുക്കും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അവൻ പറയും എല്ലാ സമ്പത്തൊക്കെ ഞാനാ നിയന്ത്രിക്കുന്നത്. ആക്ച്വലി നമ്മെ നിയന്ത്രിക്കുന്ന സമ്പത്താ, പണം ഞാനാ നിയന്ത്രിക്കുന്ന അല്ല, പണമാണ് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് മാറിപ്പോവുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഈ സാമ്പത്തിക വിഷയങ്ങളോട് ബന്ധത്തിലും ഒരു വിശ്വസ്തത പുലർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ ദൈവം ഏൽപ്പിക്കുന്നതൊക്കെയും നാം ഉടമസ്ഥനാണ് എന്ന നിലയിലല്ല, ഞാനൊരു കാര്യവിചാരകനാണെന്നുള്ള മനോഭാവത്തോടുകൂടി മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഇവൻ എന്തുകൊണ്ടാ, ഞാൻ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കുന്നില്ല, ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച അത് തുടരാമെങ്കിലും ഇവൻ എന്തുകൊണ്ടാണ് ഈ അവിശ്വസ്തത പുലർത്തിയത്, എന്തുകൊണ്ടാണ് ആ അവിശ്വസ്തത പുലർത്തുവാൻ കാരണമായി തീർന്നത്? അത് നാം കാണുന്നത് ഈ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കാരണം, 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപമം പറഞ്ഞതിന് ശേഷം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കും, ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീക്ഷന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അപ്പോൾ ഓർക്കണം, ഞാൻ പശ്ചാത്തലം പറഞ്ഞതുപോലെ ഇത് പരീക്ഷന്മാരും കേട്ടുകൊണ്ടിരിക്കുക ഈ കർത്താവ് പറയുന്ന ഉപമ. അപ്പോൾ ഇത് കേട്ടിട്ട് കർത്താവിനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്ര. എന്തുകൊണ്ട് നാം പലപ്പോഴും അവിശ്വസ്തത പുലർത്തുന്നത്? അതിന് കാരണം ഇവിടെ പരീക്ഷന്മാരെ മുൻനിർത്തി കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മനുഷ്യരെ നോക്കിയാണ് ജീവിക്കുന്നത്, ദൈവം നിങ്ങളെ നോക്കുന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കും. മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു, ദൈവത്തിന്റെ മുമ്പിൽ അല്ലതാനും. എന്തുകൊണ്ടാണ് നാം പലപ്പോഴും അവിശ്വസ്തത പല കാര്യങ്ങളും പുലർത്തുവാൻ കാരണമാകുന്നത്?
മനുഷ്യർ കാണുന്ന കാര്യങ്ങളിലൊക്കെ നാം വളരെ ശ്രദ്ധയുള്ളവരാണ്, നാം വളരെ വിശ്വസ്തത പുലർത്തുന്നുണ്ട്. എന്നാൽ ദൈവം കാണുന്ന മേഖലകൾ, എന്റെ രഹസ്യ ജീവിതം, എന്റെ സ്വകാര്യ ജീവിതം, ദൈവം കാണുന്ന മേഖലകളിൽ എനിക്ക് വിശ്വസ്തത പുലർത്താൻ കഴിയാത്തതിന്റെ കാരണം എന്താ? കാരണം ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ഉള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ മുമ്പാകെ അല്ലതാൻ. ദൈവം എന്നെ കുറിച്ച് എന്നെ നോക്കുമ്പോൾ എന്തു പറയുന്നു എന്നതിനേക്കാളും മനുഷ്യർ എന്നെ നോക്കുമ്പോൾ എന്തു പറയുന്നു, ഇതിലാ ശ്രദ്ധ. അതുകൊണ്ട് എന്താ ഇവിടെ കർത്താവ് പറയുക, യജമാനൻ കാണാത്ത സമയങ്ങളിലൊക്കെയും യജമാനൻ ഇല്ലാതിരുന്ന സമയത്തൊക്കെയും ഈ കാര്യവിചാരകൻ അവിശ്വസ്തത പുലർത്തും. അപ്പോൾ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. ആ അവസരത്തിലേക്കൊക്കെ നാം മറന്നു വരാം, അതിലേക്കൊന്നും കടന്നില്ല. ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ അവനൊരു വ്യത്യാസം ഉണ്ടായി, അവനൊരു തിരിച്ചറിവുണ്ടായി. ഐ എം നോട്ട് ദി ഓണർ, ഐ എം ജസ്റ്റ് എ സ്റ്റുവാർഡ്. ഞാൻ ഉടമസ്ഥനല്ല, ഞാൻ ഒരു കാര്യവിചാരകൻ മാത്രമാണ്. ഇതൊക്കെ ഞാൻ പൊസസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഉടമസ്ഥാവകാശം ആരുടേതാ? ദൈവത്തിന്റെ, യജമാനന്റേതാ. ഈ ബോധ്യമുണ്ടായി. പ്രിയരെ, ഈ ചിന്തയോടുകൂടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ച് അടുത്ത ആഴ്ച നമുക്ക് തുടരാം. ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ നമുക്കുള്ളതൊക്കെയും നാം അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുന്നു. സകലവും നമുക്കുള്ള ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമുക്ക് ഉള്ള വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമുക്ക് നൽകിയിരിക്കുന്ന കൂട്ടായ്മ, നമ്മുടെ കുടുംബം, സകലവും ആരുടേതാ? സകലവും ദൈവത്തിൻ്റെതാ. നാം നല്ല കാര്യവിചാരകന്മാരായിരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സകലത്തിലും ദൈവം നമുക്ക് നൽകിയ സമയത്തിലും സമ്പത്തിലും നമുക്ക് കൃപാവരങ്ങളിലും എല്ലാ മേഖലകളിലും വിശ്വസ്തത പുലർത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.